എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 10ാമത്തെ പാർട്ടാണേ. എന്നാൽ നമുക്ക് പാർട്ടിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. എന്താ തത്ത? അലമാരയിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിക്കുന്ന തത്തനെ കണ്ടാൾ ചോദിച്ചു. എന്ത്? നീ എന്ത് ഇവിടെയെന്ന്? എൻ്റെ വീട്ടിൽ ഞാൻ എനിക്കിഷ്ടമുള്ളടത്ത് കിടക്കും. അതല്ല ദത്ത, നീ സാധാരണ ഈ സമയത്ത് വീട്ടിലുണ്ടാകാറില്ലല്ലോ, അതാ ചോദിച്ചത്. അനിയുള്ള നിന്നിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞാൻ എന്തുത്തരം പറയും? ആരോട് ഉത്തരം പറയും? അത് പറഞ്ഞ അവൻ ബെഡിന് മുകളിലിരിക്കുന്ന തലവണ്ണ എടുത്ത് താഴെ ഇട്ടു. കിടക്കാറായില്ലേ? ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ? ദത്തൻ ചോദിച്ചു. അവൾ തലയാട്ടിയതും ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് താഴെ വന്ന് കിടന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് വർണ്ണ നേരം വൈകിയാണ് എണീറ്റത്. അവൾ ബെഡിൽ എണീറ്റിരുന്നു. പനി മാറിയെങ്കിലും ക്ഷീണം വിട്ടുമാറിയിട്ടില്ല. അവൾ പതിയെ എണീറ്റ് പുറത്തേക്ക് നടന്നു. ദത്തനെ അവിടെയൊന്നും കാണാനില്ല. അവൾ തിണ്ണയിൽ വന്നിരുന്നതും കുറച്ചപ്പുറത്തായി ദത്തന്റെ ഫോൺ റിങ് ചെയ്യുന്നു. അവൾ ചെന്ന് ഫോൺ കയ്യിലെടുത്തും കോൾ കട്ടായി. നമ്പർ മാത്രമാണ് ഉള്ളത്. ഇവൻ ശരിക്കും റിച്ച് ആണോ? വില കൂടിയ ഫോണ്, ബ്രാൻഡഡ് ഷർട്ട്, കോസ്റ്റ്ലി പെർഫ്യൂം. വർക്ക്ഷോപ്പിൽ നിന്ന് ഇത്രയ്ക്കൊക്കെ സാലറി കിട്ടുമോ? അവൾ ഓരോന്ന് ആലോചിച്ച് നിന്നതും വീണ്ടും ഫോൺ റിങ് ചെയ്തു. ദത്ത, ദത്ത! അവൾ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ദാ വരുന്നു! ദത്തൻ പുഴക്കടവിൽ നിന്നും വിളി കേട്ടു. ഒരു വെള്ളമുണ്ട് മാത്രമാണ് വേഷം, ഷർട്ട് ഇട്ടിട്ടില്ല. കുളി കഴിഞ്ഞു വരികയായിരുന്നു അവൻ. വർണ്ണയുടെ കയ്യിൽ നിന്ന് അവൻ ഫോൺ വാങ്ങി മുന്നോട്ട് നടന്നു. വർണ്ണ പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കോൾ ചെയ്യരുതെന്ന്. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദത്തൻ ആരോടോ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് നോക്കി വർണ്ണ പല്ല് തേച്ചു. What the hell are you talking, പാർവതി? Are you mad? ഇനി എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാ നീ എൻ്റെ തനി സ്വഭാവം കാണും. വെച്ചിട്ട് പൊടി ബ്ലഡി. ദത്തൻ്റെ വായിൽ നിന്നും വന്ന വാക്ക് കേട്ട് വർണ്ണയുടെ കയ്യിലിരുന്ന ബ്രഷ് താഴെ വീണു. ഇംഗ്ലീഷിലാണ് പറഞ്ഞെങ്കിലും തെറിയാന്ന് വർണ്ണയ്ക്കും മനസ്സിലായി. എന്താടി? അന്തം വിട്ട് നോക്കി നിൽക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ അലറിയതും അവൾ വേഗം താഴെ വീണ ബ്രഷ് എടുത്ത് അപ്പുറത്തേക്ക് പോയി. പല്ല് തേച്ച് കഴിഞ്ഞ് വർണ്ണ ഉമ്മറത്തേക്ക് വരുമ്പോൾ തെങ്ങും ചാരിയുന്നു ദത്തൻ ആരോട് സംസാരിക്കുകയാണ്. അവൾ മുറ്റത്ത് കൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അപ്പോഴാണ് വേലിയുടെ അപ്പുറത്ത് നിന്ന് സ്മിത ചേച്ചി ചിരിച്ചു നിൽക്കുന്നത് കണ്ടത്. ഇത്രയും ദിവസം എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ചു നിന്ന ചേച്ചിയാണല്ലോ, ഇപ്പൊ എന്താ നോക്കി ചിരിക്കണേ? എന്തെങ്കിലും ആവട്ടെ, ചിരിച്ചതല്ലേ, തിരിച്ചൊന്ന് ചിരിച്ചു കൊടുത്തേക്കാം. വർണ്ണ ചിരിച്ചുകൊണ്ട് സ്മിത ചേച്ചിയെ നേരെ കൈ വീശി കാണിച്ചു. പക്ഷെ നോ മൈൻഡ്. ഇവർ ഇനി നിന്ന് സ്വപ്നം കണ്ടു ചിരിക്കുന്നതാണോ? വർണ്ണ ചുറ്റും നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. സ്മിതയുടെ നോട്ടം മുഴുവൻ തെങ്ങിൻ ചാരിന്ന് ഫോൺ ചെയ്യുന്നത് അത്തൻ്റെ മേലാണ്. അത് കണ്ടതും വർണ്ണയ്ക്ക് ആകെ കലി കയറി. മുറ്റത്ത് നിന്നും ബോഡി ഷോ നടത്താതെ അകത്ത് കയറി പോ മനുഷ്യ! വർണ്ണ ദത്തന്റെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് നടന്നു. പോകുന്ന വഴി സ്മിതയെ ഒന്ന് നോക്കി പേടിപ്പിക്കുകയും ചെയ്തു. എന്താ വർണ്ണ, എന്താ കാര്യം? ദത്തൻ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ പുറത്ത് നല്ല മഴ വരുന്നുണ്ട്, അതാണ് അതിരിക്കാൻ നിന്നെ അകത്തേക്ക് വിളിച്ചതാ. മഴയാ? ഈ പൊരി വെയിലത്താ? എനിക്കപ്പം അങ്ങനെ തോന്നി. നിനക്കെന്താടി മട്ടായ? അവനത് പറഞ്ഞ് അലമാരയിൽ നിന്നൊരു ഷർട്ട് എടുത്തിട്ടു. ശേഷം പുറത്തേക്ക് പോയി. ഇങ്ങനെ പോയി എനിക്ക് വട്ടാവുന്ന തോന്നുന്നത്. എന്നാലും പെണ്ണും പിള്ളേരുടെ മനസ്സിലിപ്പം ഇതായിരുന്നു അല്ലേ? എന്തായാലും അവളുടെ ഒരു നോട്ടം ഒന്ന് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഓരോ ദിവസം കഴിയുന്നവരും എൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടി വരുവാണല്ലോ. അവൾ പെറുപുറത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ചോറ് വെച്ചു. കറിയൊന്നും വെക്കാൻ അറിയില്ല. തൽക്കാലം അച്ചാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലൊരു പാത്രവുമായി ദത്തൻ വന്നു. ഇതാ കോകില തന്നയച്ചതാ, കറിയാണ്. പിന്നെ ഞാൻ പുറത്തു പോവാ, രാത്രിയേ വരൂ. സന്ധ്യയായ മുറ്റത്ത് ഇറങ്ങി നടക്കരുത്, അടങ്ങി ഒതുങ്ങി അകത്തിരുന്നോണാട്ടാ. ദത്തൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്നിട്ട് ഇയാൾക്ക് എന്താ ഇത്ര മല മറക്കണ പണി? എവിടെയെങ്കിലും പോട്ടെ, എനിക്കെന്താ? അവൾ കോകിലോടുള്ള ദേഷ്യം കാരണം അവളുടെ കറിയും കൂട്ടിയില്ല. വൈകുന്നേരം വരെ കിടന്നുറങ്ങി. വൈകുന്നേരം എണീറ്റ് വെള്ളം ചൂടാക്കി മേൽ കഴുകി വിളക്ക് വെച്ചു. അവൾ സ്റ്റെപ്പിൽ അകലേക്ക് നോക്കിയിരുന്നു. ദത്തനെ എങ്ങനെയൊന്ന് വളച്ചു കുപ്പിയിലാക്കുക? അവൻ അത്ര പെട്ടെന്ന് വളയുന്നതായിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ വളയ്ക്കും. പറഞ്ഞെന്നാ സുമ്മാവാ.
റോഡിൽ നിന്നും ദത്തന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടെന്നും വർണ്ണ റൂമിലേക്ക് ഓടി. ബെഡിൽ വന്ന് ഉറങ്ങുന്ന പോലെ കാണിച്ചു. ദത്തൻ അകത്ത് വന്ന് നോക്കുമ്പോൾ അവൾ കിടക്കാണ്. പതിയെ അവളുടെ അരികിൽ വന്ന് നിന്നു. മതി അഭിനയിച്ചത്, എനിക്കറിയാം നീ ഉറങ്ങല്ലാന്ന്. ദത്തൻ അത് പറഞ്ഞതും വർണ്ണ ഒന്ന് ഇടിച്ചുകൊണ്ട് എണീറ്റിരുന്നു. എങ്ങനെ മനസ്സിലായേ? എനിക്കറിഞ്ഞൂടാ നിന്നെ, ഞാൻ കുളിച്ചിട്ട് വരാം, അപ്പോഴേക്കും ഒരു കട്ടെടുക്ക്. അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വർണ്ണ ദത്തനുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു. അന്ന് രാത്രിയും ദത്തൻ പുറത്തേക്ക് പോയില്ല. വർണ്ണയുടെ റൂമിൽ തന്നെ താഴെ പായ വിരിച്ച് കിടന്നു. രാവിലെ അനുവിന്റെ വേണിയുടെ ശബ്ദം കേട്ടാണ് വർണ്ണ കണ്ണു തുറന്നത്. അവൾ എണീറ്റ് ഉമ്മറത്തേക്ക് വന്നു. സ്റ്റെപ്പിലായി ദത്തനും അവന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി അനുവും വേണിയിരിക്കുന്നുണ്ട്. ദത്തന്റെ ഫോണിൽ നോക്കിയാണ് മൂന്നിന്റെ ഇരിപ്പ്. എനിക്ക് എൻ്റെ ഫോണും മിസ് ചെയ്യുന്നുണ്ട്. പാവം, ഒന്ന് ചാർജ് ചെയ്യാൻ പോലും ആരും ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നുണ്ടാവും. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അഭിയേട്ടൻ വാങ്ങിത്തന്ന ഫോണാണ്. ഇടയ്ക്ക് ഫോൺ വിളിച്ച് അഭിയേട്ടൻ ഭീഷണിപ്പെടുത്തുന്നത് ഒഴിച്ചാൽ ഫോൺ നല്ല ഉപകാരമായിരുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോൾ അഭിയേട്ടൻ തന്ന ഫോണായതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവരാതിരുന്നേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ദത്തേട്ടാ. വാട്സപ്പ് നമ്പർ ഇത് തന്നെയാട്ടോ. ഒരു ഹായ് അയച്ചേക്കണേ, ഞാൻ ഏട്ടൻ്റെ നമ്പർ സേവ് ചെയ്തോളാം, വേണി പറഞ്ഞു. ഏട്ടാ, എനിക്കൊരു മെസ്സേജ് അയച്ചേക്ക്. ദത്തൻ പുഞ്ചിരിയോടെ തലയാട്ടി. വർണ്ണ മോളെ. അനു വർണ്ണയുടെ അരികിലേക്ക് ഓടി വന്നു. എന്താടാ പറ്റിയേ? ഒന്നുമില്ലെന്നേ, ചെറിയൊരു പനി, ഇപ്പൊ കുറവുണ്ട്. ദത്തൻ ഇന്നലെ പറഞ്ഞിരുന്നു നിനക്ക് വയ്യാന്ന്, അതാ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്ന്. നിങ്ങളിന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? പോവണം, നിന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി. എന്നാൽ ഞങ്ങൾ ഇറങ്ങാട്ടോ, ഇനിയും വൈകി ബസ് മിസ്സാവും. അനുവും വേണിയും വേഗം തന്നെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇവളുമാർ ശരിക്കും എന്നെയാണോ ദത്തൻ കാണാൻ വന്നേ? വർണ്ണ അവർ പോകുന്ന നോക്കി മനസ്സിൽ പറഞ്ഞു. ലെങ്ത് ഇല്ല മക്കളെ, നാളെ ലെങ്ത് പോസ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുതേ. ബൈ, താങ്ക് യു.